വചനം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മുൻപാകെ ക്രിസ്തുവിനെ ആശ്രയിച്ച് നിങ്ങളെ അറിയിച്ച് പ്രാർത്ഥിപ്പാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. നമുക്ക് ആദ്യം ചില വാക്യങ്ങൾ അങ്ങ് വായിച്ച് ശുശ്രൂഷയിലേക്ക് പോകാം. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും വായിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, പ്ലീസ്. മത്തായി 16-18-19 വാക്യം. റൈറ്റ്. താങ്ക് യു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വാക്യങ്ങളൊക്കെ വായിക്കാറുണ്ട്. നമ്മുടെ ബൈബിളില് പുസ്തകത്തില് വെളിപ്പാട് പുസ്തകങ്ങളിൽ പിന്നെ കുറെ ഭൂപ്രദേശത്തിന്റെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? അതൊക്കെ കീറിക്കളഞ്ഞു. ഇവിടെ ഓർക്കുന്നത് കീറുണ്ടായിരുന്നു. അതില് പുതിയ നിയമ പാലസ്തീന്റെ ചിത്രം ചിലതിലുണ്ട്. ചിലയിടത്ത് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില 1-2 സ്ഥലങ്ങളുണ്ട്. യേശുവിന്റെ ജീവിതവും ശുശ്രൂഷ എന്ന ഒരു പടം. അതിനകത്ത് നേരെ ഫിലിപ്പിന്റെ കൈസരിയ എന്ന സ്ഥലമുണ്ട്. അതായത് കൈസരിയയിലെ ഫിലിപ്പ്, അത് നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നേരെ ഹെർമോൻ പർവ്വതം, അതിന് തൊട്ട് താഴോട്ട് വരുമ്പോൾ അത് കണ്ടോ? ഓക്കെ. ഇല്ല, പിന്നീട് നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ കനാനിലെ ഇസ്രായേൽ ഗോത്രം, അതൊരു പഴയ നിയമ പാലസ്തീന്റെ ഗോത്രങ്ങളുടെ ഒരു പടം കൂടെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല, നമ്മൾ അതുകൊണ്ട് നോക്കാം. അവിടെ ഫിലിപ്പിന്റെ കൈസരിയ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ഡോട്ട് കൊടുത്തിട്ട് ദാൻ എന്ന് എഴുതിയിട്ടുണ്ട്. കിട്ടി? കണ്ടുപോയിരിക്കും അല്ലേ? ദാൻ. ഓക്കെ, ഇനി വിട്ടാൽ ഫ്രൈസ്. ഇനി നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് പോകുന്നു. എന്തിനാ ഇത് വായിക്കുന്നത്? പിന്നീട് നമ്മൾ വായിക്കാൻ സമയം എടുക്കുന്നില്ല. സംഖ്യാപുസ്തകത്തിലേക്ക് പോകുന്നു. 1-ാം അധ്യായം. രണ്ടിന് 31 വായിച്ചാലും മതി. 2-ാം അധ്യായം 31-ാമത്തെ വാക്യം. ദാൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ മതി. ഇനി നമുക്ക് 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് യഹൂദ പാളയത്തിന്റെ കുടിക്ക് കീഴെ ഇവർ ഗണഗണമായി പുറപ്പെടണം. ഇനി അതിന്റെ 10-ാമത്തെ വാക്യത്തില് രൂബേൻ പാളയത്തിന്റെ കൊടിക്കീഴിൽ. ഇനി അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ എഫ്രൈം പാളയത്തിന്റെ കൊടിക്കീഴിൽ. 25-ാമത്തെ വാക്യത്തിൽ ദാൻ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഭാഗം കൂടെ വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 40-ാമത്തെ വാക്യം. ദാൻ മക്കളുടെ ഗോത്രത്തിന് യോശുവ 19:40. റൈറ്റ്. ഇനി 42-ാമത്തെ വാക്യം തുടങ്ങുന്ന അയ്യാലോ അല്ലേ? ഇനി 47-ാമത്തെ വാക്യം പ്ലീസ്. അത്യാവശ്യം നമ്മുടെ കരവേൽക്ക് നമ്മുടെ ദൈവത്തിന് മകത്തിന് കൊടുക്കാം. വായിച്ച തിരുവഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൂത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ജനത്തിന് കൈമാറുന്ന രാത്രിയായി സ്തോത്രം. എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചാണ്. ഇനി ബൈബിൾ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചോ. ആത്മാവിൽ അല്പസമയം നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരുവഴുത്തിന്റെ ആഴമായ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. എല്ലാ നാവും തുറക്കണം. സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ എത്ര ശബ്ദമെടുത്ത് പ്രസംഗിച്ചാലും അത് എഫക്റ്റ് ആകത്തില്ല. നിങ്ങൾ ആത്മാവിൽ അതിനോട് സഹകരിക്കുമ്പോൾ അത് വിടുതലാകത്തുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആ ഒരു സന്തോഷത്തോടു കൂടി നാവുകൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ രാത്രി സ്വർഗ്ഗം നമുക്ക് ദാനമായി തന്നിരിക്കുന്നല്ലോ. നമ്മുടെ ശിരസിന് മീതെ സ്വർഗ്ഗം തുറന്നിരിക്കുന്ന ഒരു രാത്രിയായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിന്റെ വലിയ സാന്നിധ്യം രാത്രി വ്യാപരിക്കട്ടെ. വായിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമെന്ന് രാത്രിയിൽ ഈ ആരാധന സ്ഥലത്ത് സകല ജനത്തിലും വലിയവർ മുതൽ ചെറിയവർ ഒരുപോലെ വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ. മൂലങ്ങൾ ഇറങ്ങിപ്പോകട്ടെ. തടസ്സങ്ങളിലെ വഴിമാറട്ടെ. ദൈവിക വാക്തത്വങ്ങളെ ഉറക്കട്ടെ. ദൈവിക സന്തോഷം ഉണ്ടാകട്ടെ. മാനസാന്തരം ഉണ്ടാകട്ടെ. മടങ്ങിവരം ഉണ്ടാകട്ടെ. ദൈവിക പദ്ധതിയിലേക്ക് ദൈവത്തിന്റെ കയറട്ടെ. ദൈവസഭയോടുള്ള ദൈവിക പദ്ധതികൾ
ഇന്ന് രാത്രിയിൽ ശുശ്രൂഷകർ ആത്മശക്തി പ്രാപിക്കുന്ന രാത്രിയാകട്ടെ പിതാവേ. അവരോട് പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷകളുടെ ആത്മതലങ്ങള് ഇന്ന് രാത്രി അവർ ഏറ്റെടുത്തുകൊണ്ട് പുറത്തു വരുന്ന രാത്രിയാകട്ടെ കർത്താവ്. അനേക സഹോദരങ്ങള് ദൈവിക കൃപാവരങ്ങൾ പ്രാപിക്കുന്ന രാത്രിയാകട്ടെ യേശുവിന്റെ നാമത്തില്. എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് മടുത്ത് മരവിച്ചിരിക്കുന്നവര് ഇന്ന് രാത്രി ആ ശക്തിയെ പൊട്ടിച്ചുകൊണ്ട് ദൈവിക സന്തോഷത്തോടെ പുറത്തു വരുന്ന ഒരു രാത്രിയാകട്ടെ യേശുവിന്റെ നാമത്തിലത് സംഭവിക്കട്ടെ. ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് ജനത്തിനെ കെട്ടഴിച്ച് ഇസ്രായേലിനെ പുറപ്പെടുവിച്ച ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നതായി സാധ്യത ചെയ്യുന്നു. ശുശ്രൂഷിക്കാൻ അവിടുത്തെ കൃപ എഴുതുന്നതിൽ പകരമാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ വകയുണ്ടാകണമേ. ഞങ്ങളുടെ ബഹുമാന്യ ദൈവദാസനായ സ്തോത്രം ചെയ്യുന്ന ദൈവം അനുഗ്രഹിക്കണം യേശു നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പാടിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററുടെ പ്രസംഗം എങ്ങനെയാണ് നോക്കിയാൽ ഒട്ടും കൊള്ളത്തില്ല. എൻ്റെ പ്രസംഗം ഒട്ടും കൊള്ളത്തില്ല. സ്തോത്രം സ്തോത്രം. പക്ഷെ കൊള്ളാവുന്നത് കർത്താവിൻ്റെ വചനമാണ്. ഇത് നിലത്തു വിലയിൽ 7 പ്രാവശ്യം ശുദ്ധീകരിച്ച വചനമാണ്. സ്തോത്രം ചെയ്യുന്നു. വചനം സഞ്ചരിക്കുന്നതാണ്, പ്രവർത്തിക്കുന്നതാണ്. ഈ വചനം ശുശ്രൂഷിപ്പാൻ എനിക്കൊരു യോഗ്യതയുമില്ല. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ വചനം എടുക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വരികയും തന്റെ മകത്വമേറിയ ശുശ്രൂഷ ആരംഭിക്കുന്ന ഏകദേശം 30-ാമത്തെ വയസ്സിൽ താൻ സ്നാനപ്പെടുവാൻ വേണ്ടി സ്നാനക്കടവിലേക്ക് പോകുകയാണ്. പോകുമ്പോൾ യേശുവിന്റെ മുമ്പായിട്ട് യോർദാന്റെ തീരത്തലവ് അനേകർ സ്നാപക യോഗനെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നുണ്ട്. സ്നാനപ്പെട്ട് പലരും സ്നാനക്കടവിൽ നിന്ന് പോകുന്നുണ്ട്. ചിലരവിടെ നിൽക്കുന്നുണ്ട്. പലരും സ്നാനപ്പെട്ടവരുണ്ട്, ഇനി സ്നാനപ്പെടാനുള്ളവരുണ്ട്. അതിന് ഇടയിലൂടെ കർത്താവായ യേശു രംഗത്ത് വരികയാണ്. യേശു വന്നയുടനെ സ്നാപക യോഗനെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ അങ്ങനല്ലല്ലോ, ഞാൻ നിന്നാൽ സ്നാനപ്പെടേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, അങ്ങനെയല്ല, ഇപ്പോൾ സമ്മതിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ സകല നീതി നിവൃത്തിയാകണം. ആ വാക്കുകൾക്കനുസരിച്ച് യോഹന്നാൻ യേശുക്രിസ്തുവിനെ യോർദാൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തി. യേശു സ്നാനം കഴിഞ്ഞ് കരയേറി യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. നോക്കണം, യേശുവിന് മുമ്പ് സ്നാനപ്പെട്ടവരുണ്ട്, യേശുവിന് ശേഷം സ്നാനപ്പെടാനുള്ളവരുണ്ട്. ഇവർ 2 കൂട്ടരും ചെയ്യാത്ത കാര്യം യേശു ചെയ്തു. സ്നാനപ്പെട്ടു അനന്തരം യേശു പ്രാർത്ഥിച്ച ഉടനെ സ്വർഗം തുറന്നു. മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് നോക്കണ്ട, ഇനിയുള്ളവർ എന്ത് ചെയ്യുമെന്ന് നോക്കണ്ട, നിങ്ങളും ഞാനും എന്ത് ചെയ്യണം. അതാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അവർ ആരാധിച്ചുവോ, അവർ പാടിയോ, അവർ പ്രാർത്ഥിച്ചുവോ എന്നല്ല, ഞാൻ എന്തായി തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നവര്. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് ആത്മീയരെ കൊണ്ടുപോകാൻ അതുകൊണ്ട് വ്യക്തിപരമായ ദൈവഹിതത്തിന് വേണ്ടി തിരുവനന്തപുരം തയ്യാറാകുന്നു. യേശു പ്രാർത്ഥിച്ച ഉടനെ സ്വർഗം തുറന്നു. എന്ത് തുറന്നു? നിങ്ങളൊന്നും വേണ്ടുന്നില്ല. സ്വർഗം തുറന്നു. സ്തോത്രം ചെയ്യുന്നു. സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥന രൂപത്തിൽ ഇറങ്ങി വന്നു. യേശുവിന്റെ മേൽ ഇരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതാ കല്ലയ ദേശത്ത് പാർത്ത് പ്രവാസികളുടെ നടുവിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗം തുറന്നു വരുന്നത് താൻ അനുഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല, പസ്മോസ് ദ്വീപിൽ യോഹന്നാൻ കിടന്നപ്പോൾ സ്വർഗം തുറന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ സ്വർഗം തുറക്കുന്ന സ്ഥലത്ത് പോകണ്ട, പ്രാർത്ഥിക്കുന്ന നീ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് സ്വർഗം തുറക്കും. സ്വർഗം തുറക്കുന്ന പ്രത്യേക സ്ഥലം നോക്കി പോകണ്ട. അവിടെ പോയാലേ സ്വർഗം തുറക്കണമെന്നല്ല. എവിടെ നീ ദൈവത്തിന്റെ സ്ഥലത്തിൽ കടലിനോട് വിട്ടുമടക്കുന്നുവോ അവിടെ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു വന്നിരിക്കും. തടയാൻ കരുത്തുള്ള ഒരു ശക്തിയും ഇല്ല. ദൈവത്തിന്റെ ഭയരെ, ദൈവസഭ ഇതിനകത്ത് അറിയുക, സ്വർഗം നമുക്ക് വേണ്ടി തുറക്കട്ടെ. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവ് വരികയാണ്. തുറന്ന സ്വർഗം ശൂന്യമല്ല എന്നറിയണം. പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ, നിനക്ക് വേണ്ടി തുറക്കുന്ന സ്വർഗം ശൂന്യം അല്ല. അവിടെ നിന്ന് ചിലത് വരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി വരുന്നത് ഈ ലോകമല്ല, ഭൂഗോളമല്ല, പ്രപഞ്ചമല്ല, സൃഷ്ടിയാണ് മഹാദൈവമത്രേ. രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ അഭിഷേകത്തിന് അങ്ങയുടെ പ്രാർത്ഥനകളിൽ മറുപടി തരുന്നത് ഈ ലോകത്തിന് ആരുമല്ല, അങ്ങയെ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച രാജാതി രാജാവാണ്.
യോഹന്നാനും അത് പ്രാവാണെന്ന് കണ്ടു എന്ന് യേശുവിന്റെ സ്നേഹ ശിഷ്യനായ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു അല്പസമയം ആരാധിക്കാൻ ദൈവാത്മാവ് ദൂതിടുകയാ. ദൈവദാസനെ, ദൈവദാസിയെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കർത്താവ് പരസ്യമായി വെളിപ്പെടുത്താൻ പോകുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി രഹസ്യമല്ല, പരസ്യമായി വെളിപ്പെടുത്താൻ പോകുന്നു. പലരും കാണുന്നതുപോലെ, നിന്റെ ചാർച്ചക്കാർ കാണുന്നത്, സ്നേഹിതർ കാണുന്നത്, നിന്റെ വീട്ടിലോ സഭക്കോ കാണുന്നത് ദൈവം പ്രാർത്ഥനയുടെ മറുപടി നൽകുന്നത്. പ്രാർത്ഥനയുടെ മറുപടി ദൈവം തരുന്നു. ഇന്ന് രാത്രിയിലോ അതൊരു ചരിത്രമായി മാറുകയാണ്. യേശു കർത്താവ് വീണ്ടും സഞ്ചരിച്ച് മുൻപോട്ട് പോകുന്നു. നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കർത്താവ് തന്റെ മകന്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെ പോയി ശിഷ്യന്മാരുമായിട്ട് പോകവേ ഫിലിപ്പിന്റെ കൈസരുടെ ദേശത്ത് വെച്ച് യേശു തന്റെ ശിഷ്യന്മാരുമായി സംസാരിച്ച സംസാര ഭാഷകളിൽ പ്രധാനമായ ഭാഗമാണ് ഞാൻ എന്റെ സഭയെ പണിയും. ഭാഗമാണ് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. എന്തുകൊണ്ട്? ഫിലിപ്പിന്റെ കൈസരുടെ ദേശത്ത് വന്നു യേശു അത് പറഞ്ഞു. നമുക്ക് ചരിത്രങ്ങൾ അറിയാം. ഫിലിപ്പിന്റെ കൈസരി എന്ന് പറയുന്നത് കൈസരിയുടെ അവിടുത്തെ പശ്ചാത്തലങ്ങൾ അറിയാം, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ അതിന്റെ അപ്പുറത്തൊരു ആഴത്തിലേക്ക് ദൈവാത്മാവ് ഇറങ്ങുകയാ. സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട്? അവിടെ വന്ന് യേശു അത് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. കേൾക്കണമേ, നമ്മൾ വായിച്ചതുപോലെ ആ ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശം അതിനു മുമ്പ് ദാൻ ഗോത്രത്തിലെ മക്കൾക്ക് കിട്ടിയ മണ്ണാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കാലങ്ങൾക്ക് മുമ്പ് ദാൻ ഗോത്രത്തിന് വിഭാഗിച്ചു കൊടുത്ത മണ്ണാണ്. അവിടെയാണ് യേശു വന്നത്. കാലം കഴിഞ്ഞപ്പോൾ അത് ഫിലിപ്പിന്റെ കൈസരിയുടെ ദേശം ഒന്ന് അറിയില്ലെങ്കിലും അത് വാഗ്ദത്തമായ ഒരു കൂട്ടം ജനത്തിന് കിട്ടിയതാണ്. അവിടെ വന്നാണ് യേശു പറയുന്നത് ഞാൻ എന്റെ സഭയെ പണിയും. പിന്നീട് നമ്മൾ വായിച്ചത് യഹൂദ ഗോത്രത്തിന്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു കൂട്ടര്, രൂബേൻ ഗോത്രത്തിന്റെ കൂടെ ഒരു കൂട്ടര്, എഫ്രൈം ഗോത്രത്തിന്റെ കൂടെ ഒരു കൂട്ടര്, പിന്നെ ദാൻ ഗോത്രത്തിന്റെ കൂടെ ഒരു കൂട്ടര്. പിന്നീട് വായിച്ചു ദാൻ മക്കൾ കൊടിക്കീഴിലുള്ളവരുമായിട്ട് ഏറ്റവും ഒടുവിൽ പുറപ്പെടണം. അങ്ങനെ നമ്മൾ വായിച്ചത്. സ്തോത്രം ചെയ്യുന്നു. ഒടുവിൽ പുറപ്പെടണം. യഹൂദ ഗ്രൂപ്പ്, രൂബേൻ ഗ്രൂപ്പ്, എഫ്രൈം ഗ്രൂപ്പ്, ബാക്ക് നിൽക്കുന്നു ദാൻ ഗ്രൂപ്പ്. സ്തോത്രം ചെയ്യുന്നു. യഹൂദ ഗോത്രത്തിലെയോ രൂബേൻ ഗോത്രത്തിലെയോ എഫ്രൈം ഗോത്രത്തിലോ പറയാത്ത ഒരു പരമസത്യം യേശുവിടെ പറയുകയാണ്. പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലും പുത്രനാം യേശുവിന്റെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഹൃദയത്തിലും കാലങ്ങൾക്ക് മുമ്പേ കരുതി വെച്ച പരമരഹസ്യം തുറന്നത് മുമ്പിൽ കിടന്നവരുടെ അടുത്തല്ല, ഏറ്റവും പുറകിൽ കിടന്നവരുടെ അടുത്തായിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഏറ്റവും പുറകിൽ കിടക്കുന്ന മുന്നേറാൻ കഴിയാതിരിക്കുന്നവരോട് ദൈവത്തിന് ഇടപെടുവാനുണ്ട്. ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുണ്ട്. ഒരിക്കൽ യഹോവയായ ദൈവം പറഞ്ഞു, വേണ്ട, നിങ്ങൾ ദാൻ ഗോത്രക്കാര് പുറകിൽ നിന്നാ മതി, ബാക്കിയുള്ളവർ മുൻപോട്ട് പോകട്ടെ. അവർ മുന്നേറുകയാണ്. ഒരു സാധാരണ ചിന്ത വേഗത്തിൽ പറയാം. ആ യഹൂദയും രൂബേനും എഫ്രൈം ആ ടീമെല്ലാം മുന്നേറുമ്പോൾ പുറകിൽ നിൽക്കുകയാണ് ആര്? ദാൻ ഗോത്രം. സ്തോത്രം ചെയ്യുന്നു. അവർ പുറകെ പോയാൽ മതി. എന്നാ പിന്നെ എനിക്ക് പുറകെ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അവർ നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, മറ്റവർക്ക് കൊടുക്കാത്ത ഒരു ദൈവിക പദ്ധതി. ദൈവത്തിന്റെ വാക്ക് കേട്ട് മൗനമായിരുന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം ചലിച്ച ദാൻ ഗോത്രത്തിന്റെ മണ്ണിലേക്ക് തിരിഞ്ഞു വന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവമേ, എന്താണ് എനിക്കൊരു വിടുതലില്ലാത്തത്? എനിക്കെന്താണ് മുന്നേറാൻ കഴിയാത്തത്? എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് മറുപടിയില്ലാത്തത്? മറ്റുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ടല്ലോ, അവന് മുന്നേറുന്നുണ്ടല്ലോ കർത്താവ് എന്ന് ചോദിച്ച് ഭാരപ്പെട്ട സഹോദരി സഹോദര, ദൈവാത്മാവ് പറയുന്നത് നിന്നോട് ദൈവത്തിനുണ്ട്. അവരോട് പറയാത്ത, അവരെ അറിയിക്കാത്ത, അവരുടെ മുമ്പിൽ വെളിപ്പെടുത്താത്ത കർത്താവിന്റെ ഹൃദയത്തെ തുറക്കുന്ന ഒരു സ്ഥലമായി മാറിയെങ്കിൽ ദൈവാത്മാവ് ഇടപെടുന്നു. പുറകിൽ കിടക്കുന്നുവെങ്കിലോ അല്ല മറ്റുള്ളവർ മുന്നേറുന്നെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന് നിന്റെ മണ്ണിൽ അല്ല, നീ എന്ന വ്യക്തിയിൽ ചിലത് ചെയ്യുവാനുണ്ട്. സ്തോത്രം. വേഗത്തിൽ പോകേണ്ട ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. നോക്കണം. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ദാൻ ഗോത്രത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് യേശു പ്രഖ്യാപിക്കുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ സന്തോഷിക്കുക. ദൈവം ചിലരെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നു. സ്തോത്രം ചെയ്യുന്നു. സാരമില്ല, കുഴപ്പമില്ല, ഞാനിങ്ങനെ സൈഡിൽ നിന്നാണ് സ്തോത്രം ചെയ്യുന്നത്. ഞാനിങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നും, ഞാൻ ഒരു വിഷയമൊന്നുമില്ല, ഞാൻ പൊക്കോടെ പ്രാർത്ഥിച്ച് ആരാച്ചും വലിയ കുഴപ്പമൊന്നുമില്ല, പോകാമെന്നും
ഒതുങ്ങിയ മനസ്സിൽ ജീവിക്കുന്നവരോട് ദൈവാത്മ പറയുന്നില്ല, ദൈവം നിന്നിൽ ഇടപെടാൻ പോകുന്നു. കർത്താവിന് നിന്നോട് മറ്റാർക്കും കൊടുക്കാത്ത, മറ്റാർക്കും വെളിപ്പെടുത്താത്ത, മറ്റാർക്കും കൈമാറാത്തത് ദൈവം നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നിന്നോട് തന്നെയാണ് ഈ ദൂത്. നീ ഒതുങ്ങുവാനുള്ളതല്ല, നീ പുറത്തു വരേണ്ടതാത്രേ, നീ പുറത്തു വരേണ്ടതാത്രേ. സ്വന്തം ചെയ്യുന്നു. ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ സ്ഥിതി ദൈവം മാറ്റുന്നതിനായി സ്തോത്രം. ഇത്രയും കാലം നീ ഒതുങ്ങിയിരുന്നത് മതി. സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രാർത്ഥനയുടെ രീതി ഒരു ആർക്കും ദോഷമില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ആരാധനയുടെ ജീവിതം എല്ലാ കാര്യങ്ങളും ഇല്ല. അഡ്ജസ്റ്റ്മെന്റ് നിന്റെ അത് പാപമെന്നല്ല പറയുന്നത്. ആ ഒതുങ്ങിയ അവസ്ഥയിൽ പുറത്തു വരുവാൻ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം, സ്തോത്രം. ഇനി ക്രിസ്തുവിന്റെ സഭ എന്നത് ദൈവത്തിന്റെ ഈ ജനമാണ്, ദൈവത്തിന്റെ മക്കളാണ് ക്രിസ്തുവിന്റെ സഭ. അത് ക്രിസ്തുവിന്റെ ശരീരം എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സഭ, ഞാൻ എന്റെ സഭയെ പണി പാതാള ഗോപുരങ്ങളെ ജയിക്കലെന്ന് പ്രഖ്യാപിച്ചു. ആ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതല്ലോ ആ സ്തോത്രം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ വചനത്തെ ചേർത്ത് നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ എളിയവൻ കർത്താവിനെ ആശ്രയിച്ച് പറഞ്ഞു, നീയാണ് ദൈവത്തിന്റെ സഭ. നിന്നെ ജയിക്കുവാൻ പാതാളത്തിന് കഴിയത്തില്ല. യേശു പറഞ്ഞാണ്, ഞാൻ സമയം പണി പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. സ്വതന്ത്രം എന്നെ ജയിക്കത്തില്ലെന്നല്ല, സ്വതന്ത്രം സഭയെ ജയിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. സഭയ്ക്ക് മീതെ പാതാള ഗോപുരം കയറാൻ അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ തിരുമേശയിൽ പങ്കുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവവൈദ്യന് നീ ദൈവസഭയിൽ അംഗമാണെങ്കിൽ നിന്നെ ജയിക്കാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. അത് നിന്റെ ഉത്തരവാദിത്തമല്ല, യേശുവിന്റെ ഉത്തരവാദിത്തമാണ്. രാത്രി വിശ്വസിക്കും മക്കളെ, നിന്നെ പിശാച് ജയിക്കുവാൻ യേശു വിട്ടുകൊടുക്കത്തില്ല. അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി യേശുവിനെ എടുത്തിരിക്കുന്നു. രാത്രി പരിശുദ്ധാത്മാവ് ആഴമായി ഇറങ്ങുവന്ന് ശക്തമായി ഇടപെടുകയാണ്. കർത്താവ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. നിന്നെ തോൽപ്പിക്കുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ എത്ര വലിയ ഭാരമാണെങ്കിലും ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ പൈതലെ, ഒരു രോഗമിട്ടായിരിക്കാം ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ പാതാളങ്ങൾ ഗൂഢാരാധന ചെയ്യുന്നതെങ്കിൽ യേശു പറയുന്നു, എന്റെ അടിപ്പെടാൻ ഞാൻ സൗഖ്യം കൊടുക്കും. രാത്രി വിശ്വസിക്കുക, രോഗശാന്തി ഘോരത്ത് വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, രോഗശാന്തിയുടെ ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലെ കർത്താവ് വെച്ചിട്ടുണ്ട്. അല്ല വലിയ കടഭാരമായിരിക്കാം പാതാളം കൊണ്ടുവരുന്നത്. എന്നാൽ തിരുവഴുത്ത് പറയുന്നു, നന്മയുടെ കരം ഞാൻ അവർക്ക് തുറക്കും. ഇടർച്ചയുടെ ആത്മാവിനായിരിക്കും കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവിനെ കൈകാര്യം ചെയ്യും. സ്തോത്രം വരുന്നു. രാത്രിയില് നമുക്ക് തന്നെ ആത്മാവിൽ അറിയാം, പാതാള ഗോപുരങ്ങളുടെ വെല്ലുവിളികൾ പലപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ ഒരിക്കലും മുമ്പോട്ട് വിടത്തില്ല. ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ ചെയ്താലും വിടുതൽ തരത്തില്ല. ഒരു നോർമൽ ലെവലിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് ചില സർക്കിളിനകത്ത് ഒതുക്കിയ ആ മണ്ഡലം ഇത് പൊട്ടി മാറി ദൈവത്തെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ശുശ്രൂഷയുടെ മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയുടെ മേഖലകളില് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് കൃപാവരത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേണ്ട വിധത്തിൽ ആ ഒരു ലെവലിലെത്താൻ എനിക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അവിടേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷത്തില് കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷകള് തീജ്വാലപോലെ ചെയ്യുവാൻ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിക്കാലം നിന്റെ മേൽ പകരുകയാണ്. സ്തോത്രം. ഞാൻ ദൈവസഭയ്ക്കകത്ത് ജനത്തിന് വേഗത്തിൽ പോകുന്നത് ആ സാധനം എടുത്ത് നിറങ്ങുന്നുണ്ടാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം.
ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോ ഒരു വ്യക്തി പാസ്സായില്ലെങ്കിൽ തന്നെ എല്ലാവരും പറയുന്നതാണ്. പക്ഷേ ദൈവത്തിന്റെ ദാസിയെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് പുറത്തു വരണം. ദൈവത്തിന്റെ മക്കളെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇട്ടിരിക്കുന്ന ശുശ്രൂഷയുണ്ട്. അത് തുറന്നു വരണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവം ചെയ്യുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നോക്കണമേ, സ്തോത്രം. പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തു. പിന്നെ നമ്മൾ വായിച്ചത് ദാൻ മക്കൾക്ക് അവർക്ക് വസ്തു ലഭിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ അളന്നു കൊടുത്തപ്പോൾ 7ാമത്തെ ഞെരുക്കം അവർക്കാണ് വീണത്. അതിനകത്ത് ചില പ്രദേശങ്ങളുടെ പേര് വായിച്ചു വന്നപ്പോൾ അയ്യാലോൻ എന്നൊരു വാക്ക് നമ്മൾ വായിച്ചു. ഇത് യോശുവയുടെ കാലഘട്ടത്തിൽ വലിയ യുദ്ധം നടന്നപ്പോൾ ഇതാ യുദ്ധം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഈ ദൈവത്തിന്റെ ഭക്തനെ വിളിച്ചു പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കാം. അങ്ങനെ സംഭവിച്ചില്ലയോ? സംഭവിച്ചോ ദൈവങ്ങള്? സംഭവിച്ചു. ഇതൊരു അധികാരം വെളിപ്പെടുകയായിരുന്നു. അധികാരം വെളിപ്പെടുകയായിരുന്നു. ആ അധികാരം അവിടെ വെളിപ്പെട്ടു. നമ്മൾ പിന്നീട് കുറച്ച് താഴോട്ട് വന്നപ്പോൾ ദാൻ മക്കൾക്ക് ലഭിച്ചതെല്ലാം പോയി എന്ന് എഴുതിയിരിക്കുന്നു. പോയി. അതേ മണ്ണിൽ നിന്നുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ സമയപ്പടി പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. അതിനുശേഷം പിന്നെ പത്രോസിനോട് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അയ്യോ, ഇവർക്ക് പണ്ട് ഭയങ്കര അധികാരമായിരുന്നല്ലോ. ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറായിരുന്നല്ലോ. ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ നല്ല വെളിപ്പാട് കാണുമായിരുന്നല്ലോ. ബൈബിൾ നന്നായിട്ട് വായിച്ച ഉടനെ തന്നെ അതിനകത്തുള്ള ദൂതുകൾ ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നല്ലോ. നല്ല ഇതായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. നേരത്തെ അങ്ങനെ കറക്റ്റ് ടൈം ഫിക്സ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല. പോയി എന്ന് പല മേഖലകളിലും പല ശബ്ദം കാതുകളിൽ കേട്ട് ഭാരപ്പെടുന്നവരോട് പറയുന്നു, കർത്താവ് പുതിയ അധികാരം തരുന്നു. രാത്രി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ദൂത് ഏറ്റെടുത്തിട്ട് കൈയടിച്ചു പോകാനല്ല, അതെന്നോടാണെന്ന് ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതെന്നോടാണ്. ഇല്ല, എനിക്കൊരു പക്ഷേ ഒരു ചെറിയ മണ്ണൽ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഏറിയ ദൈവകൃപയോടുകൂടി ഞാൻ ആ ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ പോകുന്നു. സ്തോത്രം. ദൈവാത്മാവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. പോയി, കൈവിട്ടുപോയി, നഷ്ടപ്പെട്ടുപോയി, അല്ലെങ്കിൽ കൈവിടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിരാശയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. രാത്രി ആത്മാവരെ നീ എഴുന്നേൽക്കുക. സ്തോത്രം. നില്ല പുതിയത് തരാൻ പോകുന്നു. എവിടെ വെച്ച് പൊയ്പോയെന്ന് പറഞ്ഞോ അതേ മണ്ണിൽ വെച്ച് കർത്താവ് പറയുന്ന പുതിയതൊന്ന് തരാൻ പോകുകയാണ്. ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്തത് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. രാത്രിയിൽ ആ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം ചെയ്ത് ആദ്യമായിട്ട് പത്രോസിനോട് കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന്, നിന്റെ കയ്യിൽ തരുന്നു എന്ന്. സ്തോത്രം. ഈ ലോകത്തിലെ ശക്തികൾ പലതും എല്ലാം നഷ്ടപ്പെടുത്തിയാലും ദൈവം ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുത്താൻ വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ വായിക്കാത്തൊരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം പഠിച്ചു വരും. മനോഹയുടെ വീട്ടിലൊരു മകൻ ജനിച്ചു. പേര് ശിംശോൻ. ശിംശോന്റെ ശുശ്രൂഷകളിലെ ഭയങ്കര ചരിത്രമായിരുന്നു. അവസാനം അവൻ പിടിക്കപ്പെട്ടു. അവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു. അവനെ ചങ്ങലയിട്ട് കെട്ടി. അവനെ ബന്ധിച്ചു. അവന്റെ നാസീകൃതമായ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു. പരാജയപ്പെടുത്തി. ആ ചരിത്രം അറിയാം. എന്നാൽ അതേ മണ്ണിൽ നിന്ന് യേശു പറയുന്നു, ഇനി അത് നടക്കത്തില്ല. പണ്ട് നടത്തിയ പരിപാടിയൊന്നും പിശാചി ഇനി നടക്കത്തില്ല. ഞാൻ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. നമ്മുടെ ആത്മമണ്ഡലത്തിനകത്ത് എവിടെയെങ്കിലും ഒരല്പമായി ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. യേശുവിനോട് ചേരുക. യേശുവിന്റെ അടുത്തോട്ട് ചേർന്ന് നിന്നോ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. യേശുവിനോട് ചേർന്ന് നിന്നോ. ഇന്ന് രാത്രി കാലം കർത്താവ് ഞാൻ പ്രസംഗിച്ച വാക്കുകൾക്ക് അപ്പുറമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവരാണ്. സ്തോത്രം.
സ്വർഗരാജ്യത്തിന്റെ അധികാരമുള്ള ദൈവത്തിന്റെ ഭക്തനായുള്ള പത്രോസ്. വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 9:32. പത്രോസ് വന്നൊരു ഒരു ചരിത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി 9:32. പ്ലീസ്. സ്തോത്രം. ഒരു വിലപ്പെട്ട ദൂതാണ്. പത്രോസ് എല്ലായിടവും സഞ്ചരിച്ചു. എവിടെയൊക്കെ സഞ്ചരിച്ചു എന്ന് അവിടെ അപ്പോഴും പറയുന്നില്ല. എല്ലായിടത്തും സഞ്ചരിച്ചു. സ്തോത്രം. പത്രോസ് എല്ലായിടത്തും സഞ്ചരിച്ചു എന്ന് പറഞ്ഞു വരുന്നതിനകത്തൊരു പഴയ ഒരു ആലോചന കിടപ്പുണ്ട്. നേരത്തെ പത്രോസ് വീട് കടപ്പുറം ഇത്രയൊരു ലിമിറ്റേഷനിലായിരുന്നു. പക്ഷെ യേശു വിളിച്ചു. യേശുവിന് വാക്ക് കേട്ട് പുറപ്പെട്ടു. ഇപ്പം സകല മേഖലകളിലും പത്രോസ് സഞ്ചരിക്കാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രികാലം പറയുന്നു, പരിമിതിക്കകത്ത് ഒതുക്കിയ ആ ശക്തി രാത്രി ഉരുകി മാറും. നീ കാല് വെക്കേണ്ട ചില സ്ഥലങ്ങളിൽ നീ കിടക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നീ കയറി ചെല്ലേണ്ട പല മേഖലകളിൽ ഇനി കിടക്കുന്നു. നീ പ്രാപിക്കേണ്ട പലതും ഇനിയും കിടക്കുന്നു. ഈ ഒതുങ്ങിയ അവസ്ഥയിൽ കർത്താവിന്റെ ആത്മാവിനെ പുറത്തെടുക്കാൻ പോവുകയാണ്. രാത്രികാലം വിശ്വസിക്കാൻ തയ്യാറാണോ? ആത്മശക്തി ഇന്ന് രാത്രികാലം നിന്റെ അടുത്ത് വരികയാണ്. പരിമിതികളെ പൊട്ടിക്കുന്ന ദൈവകൃപ വ്യാപരിക്കുന്നു. പരിമിതികളെ പൊട്ടിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നു. പരിമിതികളെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പത്രോസ് എല്ലാവരും സഞ്ചരിക്കാൻ യുദ്ധയെത്തി വിശുദ്ധന്മാരെ നടുവിലെത്തിയപ്പോൾ 8 വർഷം കൊണ്ട് കിടക്കയിലായിരുന്ന ഐനിയാസിനെ സൗഖ്യമാക്കിയെങ്കിൽ വിശുദ്ധന്മാരുടെ നടുവില് ഒരു വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം. പരിമിതികളെല്ലാം പൊളിക്കും ദൈവദാസനെ. സ്തോത്രം. ഭവനവും കുടുംബവും ദേശവും നന്മകളും അങ്ങയുടെ ജീവിതവും ഒരു പരിമിതിക്കകത്ത് മാത്രം നിന്നാ മതി. എത്ര തുടർന്നാലും കരകയറുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തും അധികാര മേഖലകള് ഇന്ന് രാത്രി യേശു ഇളക്കി മാറ്റിയിട്ട് നീ പ്രതീക്ഷിക്കാത്ത മേഖലകളിലേക്ക് കർത്താവ് കരം പിടിച്ച് നടത്തുമെന്ന് ഇന്ന് രാത്രി ആഴത്തിൽ പറയുക. ദൈവപ്രവർത്തിയുടെ ആഴങ്ങൾ വെളിപ്പെടട്ടെ. ദൈവദാസനെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലെത്തി ജ്വാല ഇന്ന് രാത്രികാലം വ്യാപരിക്കട്ടെ. ശുശ്രൂഷയിലെ ദൈവപ്രവർത്തിയിൽ വ്യാപരിക്കട്ടെ. ചില യാത്രകളുണ്ട് ദൈവിക പദ്ധതിയുടെ തലത്തിലേക്ക്. ചില യാത്രകളുണ്ട്. യാത്രകളെ ഒതുക്കി വെച്ച ദേശ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മ ഫിലിപ്പോസിനെ എതിർത്തുകൊണ്ടുപോയതുപോലെ ഞാൻ ഈ നാളുകളിൽ നിന്റെ ജീവിതത്തില് ഒരു വ്യത്യസ്തമായ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വ്യത്യസ്തമായി വെളിപ്പെടണം. മറ്റാരും ചെയ്യാത്ത ദൈവികമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കരയുന്ന ദൈവമക്കൾ എല്ലാവരെയും ദൂതച്ചെടുക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു തീജ്വാല പോലെ ഹോളിനകത്ത് വന്നിട്ടുണ്ട്. ദൈവിക ദൂത സൈന്യങ്ങള് അഗ്നിജ്വാല ഹോളിനകത്ത് വന്നിട്ടുണ്ട്. ദൈവപ്രവൃത്തിയെ വെളിപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിമിതികളെ പ്രതിക്കുന്ന അധികാരം അഴിവാകട്ടെ. പരിമിതികളെ ഇതിനെ മുന്നോട്ട് വിടാതെ ഇവിടെ മതിയെന്ന് പറഞ്ഞ് ഒതുക്കിവെച്ച സകല അധികാരങ്ങൾ ഇന്ന് രാത്രി ദൈവം പുറത്തേക്ക് യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഏലിശയിലൂടെ പറഞ്ഞു, നിങ്ങളിൽ ഈ താഴ്വരയിൽ അനേകം കുടികൾ വെട്ടുകയും നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും ഈ താഴ്വര വെള്ളം നിറയും. ഇത് പോരാ എന്ന് തോന്നിയിട്ട് യഹോവ മോവാബിനെ എന്തിനകം ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ആളുകൾ പറയുന്നു, സങ്കീർത്തനം 91:14 പറയുന്ന പോലെ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിട്ടുവെക്കും. അവൻ എന്റെ നാമത്തേക്ക് ഞാനവനെ ഉയർത്തും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ ദാസനെ നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ നാടുകളിലെ ദൈവത്തിന്റെ പദ്ധതി ദൈവം പറഞ്ഞു, ഇത് പോരാ
പിശാചിന് തോന്നിയത് ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വന്തം യേശുവിനോട് ചേർന്ന് നിന്നോണം, യേശുവിനോട് പറ്റി നിന്നോണം. ആർക്കും താഴ്ത്താൻ കഴിയാത്തോടെ ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. എന്തിന് ജീവിക്കുന്നു, മടുത്തു, ഓടാമത്തോളം ഓടുന്നു എന്ന് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ജീവിതത്തിൽ ഹൃദയം പൊട്ടിത്തകർന്ന നിമിഷങ്ങൾ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ശത്രു കൊത്തിപ്പറിക്കാൻ ശ്രമിച്ച മേഖലയിൽ നിന്ന് ഞാൻ എൻ്റെ ഉള്ളംകരം നീട്ടി നിന്നെ വഹിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത് മറന്നു പോകരുത്. എനിക്ക് നിന്നിലൂടെ പ്രവർത്തിപ്പാനുണ്ട്. ദൈവത്തിന് സന്നിധിയിൽ ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, യേശു തന്നെ ദൈവമെന്ന് വിശ്വസിച്ച് അടുത്ത് നിൽക്കുന്നുവെങ്കിൽ, ഞാൻ നിന്നിലൂടെ നിന്റെ കുടുംബത്തിലെ കുളമ്പുകളെ കെട്ടി ഞാൻ അഴിക്കും. ഒരു ഉണർവിന്റെ കാറ്റ് നിന്റെ ഭവനത്തിലേക്ക് അയക്കും. മരിക്കുവാൻ പലയാളത്തിൽ കൊതിച്ച നിന്നെ മരണത്തെ ഏൽപ്പിക്കാതെ ഇവിടെ വരെ നടത്തിയൊരു ദൈവമുണ്ട്. കർത്താവേ, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. ഈ വ്യക്തിയുടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് ദൈവാത്മാവിനെ കൊണ്ടുവന്നതാണ്. പാരമ്പര്യമായി ഊട്ടി ചേർന്ന് ഒതുക്കി കെട്ടിവെച്ച സകലകത്തുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറി ഈ വ്യക്തി സ്വതന്ത്രനാകട്ടെ. കർത്താവേ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു ദൈവത്തിന് വേണം. പത്രോസിനെ പുറത്തെടുത്തതുപോലെ നീ തൊഴുന്നതെല്ലാം പരാജയമാണ്. എത്ര ശ്രമിച്ചാലും മുന്നേറാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കാലം നിന്നെ ജയിപ്പിക്കുന്ന യേശു വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സഭയോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ സഭയുടെ സകല പ്രവൃത്തികളും ദൈവം നിന്റെ മേൽ അയക്കും. അതേ പ്രവർത്തിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം. ഇരുന്നു സ്തോത്രം ചെയ്യുന്നു. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആ കർത്താവിന്റെ പ്രവൃത്തിയോട് ചേർന്നിരിക്കുക. ഈ വരുന്ന 2026 കാലഘട്ടങ്ങളിൽ ദൈവം മറുപടി നൽകിയ വിഷയങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന നാളുകളത്രേ. ദൈവത്തോട് ചോദിച്ചതാണ്. പൊതുവിൽ ഞാൻ പറയാം, ദൈവത്തോട് ചോദിച്ചതാണ് വൈ, എന്തുകൊണ്ട്. പക്ഷെ ഇന്ന് രാത്രിക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങളെ ജയിക്കലെന്ന് പറഞ്ഞ പോലെ ഞാൻ പ്രവർത്തിക്കും, ആരും തടുക്കും. ദൈവത്തിന്റെ കരം ദൈവദാസന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. നിരാശയുടെ വേദനയെല്ലാം ദൈവത്തിന് സ്തോത്രം. അയനിയാസേ, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക. വിശുദ്ധരുടെ നടുവിൽ നടന്നൊരു വിടുതലാണ്. വിശുദ്ധരുടെ നടുവിൽ പത്രോസ് അവിടെ ചെന്നു. വിശുദ്ധരുടെ നടുവിൽ വിടുതൽ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ജലത്തിന്റെ നടുവിൽ വിടുതലില്ലാതെ 8 വർഷം എന്നതുപോലെ നാളുകൾ കൊണ്ട് വിടുതലില്ലാതെ കിടക്കുന്ന വിഷയത്തെ ദൈവം തൊടും. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമായി മാറുകയാണ്. നീ ദൈവത്തിന്റെ സന്നിധി വിശുദ്ധിയോടെ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് വിടുതലില്ല എന്ന് തോന്നിയില്ലേ, അതിനെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ മറുപടി ചെയ്യുവാൻ ദൈവം ഒരു മണ്ഡലത്തെ അയക്കും. സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, പിന്നെ യോപ്പയിലേക്ക് പോകുമ്പോൾ അവിടെ ബാലിക, ഒരു യൗവനക്കാരി സ്ത്രീ മരിച്ചു. അവിടെ ദൈവത്തിന്റെ ദാസൻ ചെന്ന് ആ മരണ വീട്ടിൽ കയറി ദൈവത്തിന് പ്രാർത്ഥിച്ചവരുടെ ജീവൻ കൊടുത്തു, എഴുന്നേൽപ്പിച്ചു, വിശുദ്ധർ കേൾപ്പിച്ചു. സ്വന്തം ഞാൻ ആത്മായി പറയുന്നത്, ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. മരണത്തിന്റെ അധികാരങ്ങൾ ദൈവം തകർത്തുകളാൻ പോകുകയാണ്. മരണത്തിന്റെയും കിടപ്പിലാക്കി കളയുമെന്ന് വെല്ലുവിളിച്ച് ദൈവസഭയിലെ ചിലരെ കിടപ്പിലാക്കുകയും മരണം വഴിയായി ഒതുക്കുമെന്ന് വെല്ലുവിളി
ചെയ്യുന്നു. ദൈവപ്രവൃത്തിക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കരമുയർത്ത് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞതാണ്. സ്തോത്രം. നല്ല ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ ബന്ധപ്പെടുത്താം. സ്തോത്രം. അയനിയാസ് എഴുന്നേറ്റ് താനായി തന്നെ കിടക്കുവരിക്കുക. വിശുദ്ധരുടെ നടുവിൽ നടന്ന വിലപ്പെട്ട ഒരു ദൂതാണ്. അത് വിശദീകരിക്കുന്നതാണ്. ഇങ്ങനെ പറയുന്നു. സ്തോത്രം. വിശുദ്ധരുടെ നടുവിൽ ഒരു വിടുതലുണ്ടെങ്കിൽ ഈ സഭയ്ക്കകത്ത് വിടുതലുണ്ട്. മാത്രമല്ല ചിലര് വന്ന് കയറട്ടെ നമ്മുടെ സഭയ്ക്കകത്ത്. പുതിയ ആത്മാക്കൾ കടന്നു വരട്ടെ യേശുവിന്റെ നാമത്താൽ. ആത്മഭാരമുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചിടുകയാണ് കർത്താവെ ആശ്രയിച്ചുകൊണ്ട്. പുതിയ കുടുംബം കടന്നു കയറി വരട്ടെ. യെസ് നമ്മുടെ ചർച്ച് ചോദിച്ചറിഞ്ഞ് സഭയ്ക്കകത്ത് ആത്മാവ് കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തില്. ഇന്ന് രാത്രികാലം ആ ഒരു വാതിൽ ദൈവം തുറക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. പുതിയ കുടുംബങ്ങളെ കർത്താവ് കൊണ്ടുവരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ സഭയ്ക്ക് പ്രയോജനമാകുവാൻ കർത്താവ് കൊണ്ടുവരട്ടെ. മാത്രമല്ല ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും നാട്ടിൽ പലരും വിശ്വാസത്തിൽ വരാത്ത കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ കെട്ടുകൾ പറ്റട്ടെ. യേശു വരുന്നതിന് മുമ്പ് തന്നെ അവർ യേശുവിനെ അറിയട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇന്ന് രാത്രികാലം പറയുന്നു. നിങ്ങൾ ഇവിടെ കർത്താവിനെ വിശ്വാസത്തിൽ ആരാധിക്കുന്നുവെങ്കിൽ, എടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ശേഷിക്കുന്ന കുഴമ്പുകളെ കർത്താവിനെ കരവെക്കാൻ പോവുകയാണ്. ആ കെട്ടുകളെ അടിച്ച് കർത്താവ് ആരാധനക്കാൽ നിരത്തെ കൊണ്ടുവരാൻ പോകുന്ന സ്വന്തം തരുന്നു. സ്വന്തം കുടുംബങ്ങളെ ദൈവപ്രവൃത്തിയിലേക്കും സ്വന്തം ഇതാ 5000 താഴ്വര. അപ്പോൾ സൂര്യാദി ഗിബെയോനിലും ചന്ദ്രാദി 5000 താഴ്വരയിലും നിൽക്കുക. ചന്ദ്രൻ ഒരു ഗ്രഹമാണ്. ഈ ഗ്രഹത്തിന്റെ പേരിൽ ഒരു രോഗമുണ്ട്. ചന്ദ്രരോഗം. മർക്കോസ് സുവിശേഷം 9-ാമത്തെ വായിക്കുമ്പോൾ അതിനകത്ത് ചന്ദ്രരോഗിയായ ഒരു മകനെ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്തുകൊണ്ട് അവരെ സൗഖ്യമാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അവസാനം യേശു സൗഖ്യമാക്കിയ രംഗം. ആ ചന്ദ്രരോഗിയായ ആ മകനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് യേശുവിനെ സൗഖ്യമാക്കുന്ന രംഗമുണ്ട്. 22-ാമത്തെ വാക്യം വായിക്കുന്നു പ്ലീസ്. ഈ വചനത്തിലൂടെ ഒരു ദൂത് കൂടെ നമ്മൾ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ച് ജയം പ്രാപിച്ചു എഴുതുന്നു. സ്വന്തം പലപ്പോഴും അവനെ നശിപ്പിക്കേണ്ടതിന് അവന് തീയിലും വെള്ളത്തിലും. എവിടെയൊക്കെയാണ്? തീയിലും വെള്ളത്തിലും. രണ്ട് മാധ്യമങ്ങൾ. എവിടെയൊക്കെയാണ് മക്കളെ? തീയിലും വെള്ളം. ഞാൻ ചോദിച്ചത് നിങ്ങളെല്ലാവരും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. തീയിലും വെള്ളത്തിലും. ഈ രോഗത്തിന്റെ ആത്മാവ് പലരും പിടിച്ചിട്ട് തീയിലും വെള്ളത്തിൽ തള്ളിയിടുന്നത് നമുക്ക് ഏകദേശം പറഞ്ഞൊക്കെ അറിയാം. പക്ഷെ ഇതിന്റെ പിന്നിലെ പിശാചിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വചനത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് തെളിയിക്കും. അത് നമ്മൾ ജയമെടുക്കും. ആമേൻ. തീക്കകത്തേക്ക് എന്തെങ്കിലും സാധനം ഇട്ടാൽ അത് കത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താം. പണ്ട് നമ്മുടെ വീട്ടിലേക്ക് വേസ്റ്റ് എല്ലാം അടിച്ചു പോയി വേസ്റ്റ് ബോക്സിനകത്തിട്ടേക്കും. വേസ്റ്റ് പിന്നെ 2-3 ദിവസം അപ്പോഴത്തെ വേസ്റ്റ് ബോക്സിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയി പിറ്റേ ദിവസമോ 2 ദിവസം കഴിയുമ്പോൾ വീടിന്റെ മുറ്റത്തിന് 3 മണി 4 മണിയൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ട് തീയിട്ട് കത്തിക്കാറുണ്ട്. ശരിയല്ലേ? ചെയ്തിട്ടുണ്ടോ? എപ്പോഴും വേസ്റ്റ് കൊണ്ടുവന്നു ഇല്ലല്ലോ. കത്തിക്കുമ്പോൾ അത് തീയിട്ട് നമ്മൾ ഉടനെ പോകത്തില്ല. ഉടനെ കമ്പിട്ട് ഇളക്കിയെങ്കിലും അതിനെ കത്തിച്ച് പൂർണ്ണമായിട്ട് ചാരമാക്കി വെള്ളം ഒഴിച്ച് അടച്ചിട്ട് എന്ത് ചെയ്തുള്ളൂ? പോകത്തുള്ളൂ. കാരണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കത്തുന്നത് ഈ കണ്ണുകൊണ്ട് എന്ത് ചെയ്യാം? കാണാൻ കഴിയും. ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു, അവനെ നശിപ്പിക്കേണ്ടതിന്. അപ്പോൾ നശിപ്പിക്കേണ്ടതിന് അർത്ഥാൽ മറ്റുള്ളവർ കാണെ നശിക്കണം. മനസ്സിലായോ? മറ്റുള്ളവർ കാണെ നീ നശിക്കുന്നത് അവർ ആ കുടുംബം, ആ ജീവിതം, ആ ജോലി, ആ പഠനം, ആരോഗ്യം, സൗന്ദര്യം, പുഷ്ടി, സമ്പത്ത് മറ്റുള്ളവർ കാണെ നശിക്കണം എന്നുള്ളൊരു വെല്ലുവിളിയാണത്. മനസ്സിലായോ? നിമിഷാർത്ഥമുണ്ട്. അതുകൂടെ പറഞ്ഞാൽ പരസ്യക്കോലമാക്കാൻ നിൽക്കുന്ന ഒരു മേഖല, അതിനെ സ്റ്റോപ്പ് ചെയ്യണം. രാത്രി സ്റ്റോപ്പ് ചെയ്യണം. ധൈര്യമുണ്ടെന്ന് രാത്രികാലം രഹസ്യമല്ല, പരസ്യമായി മറ്റുള്ളവർക്ക് അങ്ങനെ കണ്ടോ ആ കുടുംബം, തലമുറ, ആ വ്യക്തി എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ പോരാട്ടം തകരണം. ഒന്നുകൂടത്തിലേക്കാം. അനേക
കുടുംബങ്ങൾ, അനേക തലമുറകളെ പിശാച് എണ്ണമിട്ട് നോക്കി അവൻ ഉന്നം വെച്ച് പല കുടുംബങ്ങളെയും പരസ്യമായി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അത്ര ഇത്. പല തലമുറകളെ പരസ്യമായി ശത്രു വെല്ലുവിളിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ നടുവില് ഈ ദൂത് കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവമേറ്റെടുക്കുക. നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് അത് വരാൻ പാടില്ല. സ്തോത്രം. ആ മേഖലയെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കാൻ ഇന്ന് രാത്രി ധൈര്യമാകുക. പരസ്യമായി മറ്റുള്ളവർ കാണെ ഒതുക്കിക്കളയാൻ, വെല്ലുവിളി യേശുവിന്റെ നാമത്തിൽ തകരുമാകട്ടെ. ഈ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും ശത്രു ഉന്നതത്തിരിക്കുന്ന പരസ്യമായി തകർക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന അധികാരത്തെ വചനത്തിലെ ശക്തിയോ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ചതിനെ പ്രയോഗിക്കുന്നു. ദൈവപ്രവർത്തിച്ചതിനായി കരമടിച്ച് മഹിതപ്പെടുത്താട്ടെ. ഒരു നിമിഷം ദൈവപ്രവർത്തിച്ചതിനായി അടുത്ത പരസ്യമായി നശിപ്പിക്കുവാൻ ദൈവബലത്തിന് ദൈവമക്കൾക്ക് വിരോധമായി ഉയർന്ന ശക്തികൾ യേശുവിന്റെ പരാജയപ്പെടുത്തണം. നിങ്ങളുടെ നല്ല സഹകരണങ്ങൾക്ക് കർത്താവ് മറുപടി നൽകട്ടെ. വെള്ളത്തിന് മുകളിലോട്ട് ഒരു വ്യക്തി വീണാലുടനെ മരിക്കത്തില്ല. വെള്ളത്തിനകത്ത് താഴെ പോയി വെള്ളം കുടിച്ച് ഡെത്തായിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പൊങ്ങി വരുന്നത്. അപ്പോൾ ഈ അപകടം സംഭവിക്കുന്നത് വെള്ളത്തിനടിയിൽ വെച്ചാണ്. അതാരും കാണുന്നില്ല. അത് രഹസ്യമായിട്ടുള്ള ചങ്ങല. പരസ്യമായിട്ട് പറ്റിയില്ലെങ്കിൽ രഹസ്യമായിട്ട് കളിക്കും. മനസ്സിലായോ? തെളിയിച്ചരാം. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിന്റെ വേഗത്തിൽ കാര്യം എടുത്ത് വായിക്കണ്ട, നിങ്ങൾക്ക് പറഞ്ഞാൽ. മൊർദെഖായി, എസ്തേർ, ഹാമാൻ ചരിത്രം നമുക്കറിയാം. യഹൂദ ജനത്തെ മുഴുവനും കൊന്നുകളയുന്നതിന് വേണ്ടി ഹാമാൻ തീരുമാനമെടുത്ത് രാജാവിനെ കഴിച്ചെന്ന് അധികാരം വാങ്ങി അത് ദേശം മുഴുവനും പബ്ലിസിറ്റി ചെയ്തു. യഹൂദ ജനത്തെ മുഴുവനും കൊന്നുകളയണം. ശരിയല്ലേ? എല്ലാവരും അറിയിച്ചു. അറിഞ്ഞ ഉടനെ ജനമെല്ലാം നിലവിളിയായി കരച്ചിലായി. ഒറ്റ രേഖ നിമിത്തം ജനത്തെ കരയിച്ചു. ആ കെട്ടഴിഞ്ഞായ സ്വതന്ത്രം. ചില ഒറ്റ രേഖ നിമിത്തം, ഒരു എഴുത്ത് നിമിത്തം ദൈവത്തിലെ നീ ചില ദിവസങ്ങൾ കരഞ്ഞത് ദൈവാത്മാ കാണുന്നു. സ്വതന്ത്രം. ചില രേഖ അനുകൂലമായി വരാത്തത് കൊണ്ട് കരഞ്ഞ ദൈവവൈദ്യനെ അല്ല, വിരോധമായി ചില രേഖ എഴുതിയിരിക്കുന്നത് ഓർത്ത് നെഞ്ച് പിടഞ്ഞ് ഭാരപ്പെട്ട ദൈവവൈദ്യനെ പരിഹാരം നൽകുന്ന ദൈവം ജീവിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലമായിട്ട് വന്ന രേഖയുടെ മേൽ ദൈവപ്രവൃത്തിയുടെ അനുകൂലത്തിന്റെ സൈൻ യേശുവിന്റെ നാമത്താൽ വീഴുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടി അനുകൂലമായ ദൈവത്തിന്റെ കൈവപ്പ് ഇന്ന് രാത്രിക്കാലം ദൈവം നിനക്ക് വേണ്ടി അയക്കാൻ പോകുന്നു. ചില രേഖകൾ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി അനുകൂലമാക്കട്ടെ. സ്തോത്രം. ഈ രേഖ പബ്ലിസിറ്റിയായപ്പോൾ എല്ലാവരും കരഞ്ഞ് നിലവിളിച്ചു. കൂട്ടത്തിൽ മൊർദെഖായി എല്ലാവരും നിലവിളിക്കുന്നു, ഉപവസിക്കുന്നു. ശരിയാണല്ലോ. എന്നാൽ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ കൊല്ലേണ്ടതിന് ഹാമാന്റെ വീട്ടിൽ ഒരുക്കിയ കഴുക് മരം രഹസ്യമായിരുന്നു. ആരും അറിഞ്ഞില്ല. സ്തോത്രം. ആ രഹസ്യ പദ്ധതിയായിരുന്നു. പക്ഷേ ആരും അറിയാതെയാണ് ശത്രു അത് ചെയ്തതെങ്കിലും മൊർദെഖായി ആരോട് പ്രാർത്ഥിക്കുന്നുവോ, ആരോട് ഉപവസിക്കുന്നുവോ, ആ മഹാദൈവത്തിന്റെ കണ്ണ് അഗ്നിജ്വാലക്കത്തിലത്രേ. അവനെ മറച്ചു വെക്കാൻ കഴിയത്തില്ല. പിശാചിന്റെ സകല ആശകളും നശിക്കും. അവൻ പല്ലുകളെ ചുരുങ്ങിപ്പോകും. പിശാചിന്റെ രഹസ്യ പദ്ധതികൾ ഇന്ന് രാത്രി യേശുവിന്റെ തകരട്ടെ. ഇതൊരു ദൂരാണ്. ദൈവസഭ ഏറ്റെടുക്കുക. ദൈവവാക്യത്തിന് വിരോധമായി രഹസ്യമായി ചെയ്യുന്ന സകല പോരുകൾ അഴിയുന്നുണ്ട്. ദൈവസഭയ്ക്കെതിരെ ഉയരുന്ന രഹസ്യമായ നീക്കങ്ങൾ യേശുവിന്റെ തകരട്ടെ. ശുശ്രൂഷയ്ക്ക് വിരോധമായി രഹസ്യമായി നീക്കുന്ന
യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. കർത്താവിന്റെ ശരീരം കല്ലറയിൽ കൊണ്ടുവന്ന് വെച്ചു, കല്ല് വെച്ച് കല്ലറ അടച്ചു. ശിഷ്യന്മാരെല്ലാവരും കടന്നുപോയി, ശിഷ്യകളും കടന്നുപോയി. എന്നിട്ട് ശിഷ്യകൾ ഒന്നുകൂടെ വേണമെങ്കിൽ തിരിഞ്ഞു നോക്കിയിരിക്കാം, തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവർ പോയി. മൂന്നാമത്തെ ദിവസം കർത്താവിന്റെ ശരീരത്ത് സുഗന്ധദ്രവ്യങ്ങൾ പൂശേണ്ടതിന് സഹോദരിമാർ ഇരുട്ടുള്ളപ്പോൾ രാവിലെ കടന്നു വരുമ്പോൾ തമ്മിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. അവരത് ചോദിച്ചോണ്ടാണ് വരുന്നത്, തമ്മിൽ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത് വേണമെങ്കിൽ ഒരു പ്രാർത്ഥനയായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. തമ്മിൽ അത് പറഞ്ഞുകൊണ്ട് വരികയാണ്. പക്ഷെ വേദപുസ്തകത്തിൽ 4 പേര് സുവിശേഷം എഴുതിനകത്ത് നമുക്ക് നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. ആർ നമുക്ക് വേണ്ടി മുദ്ര പൊട്ടിക്കും എന്നവർ പറഞ്ഞില്ല. ആർ നമുക്ക് വേണ്ടി പടയാളികളെ തകർക്കും അല്ലെങ്കിൽ മാറ്റിത്തരുമെന്ന് അവർ പറഞ്ഞില്ല. കാരണം അവർ ആരെ കണ്ടത് കല്ലുരുട്ടി വെച്ചതാണ്. ബാക്കി 2 കാര്യവും സീക്രട്ടായി. അവരറിയാതെ നടന്നു. സ്വതന്ത്രയും അവരറിയാതെ നടന്നത്. അറിഞ്ഞ വിഷയത്തിലാണ് പ്രാർത്ഥിച്ചത്. അറിഞ്ഞ വിഷയത്തിൽ ഇന്ന് രാത്രി ദൂതുണ്ട്. അറിഞ്ഞ വിഷയത്തിലാണ് പ്രാർത്ഥിച്ചത്, പക്ഷെ അറിയാത്തതിന് കൂടെ മറുപടി വെളിപ്പെട്ടു. രാത്രികാലം വിശ്വസിക്കാൻ തയ്യാറാകാൻ എത്ര പേരുണ്ട്? അറിഞ്ഞതിന് വേണ്ടി പ്രാർത്ഥിച്ചു, ശരിയാ. നിനക്ക് അറിയാവുന്ന വിഷയമാണ് പ്രാർത്ഥിച്ചത്, നിനക്ക് അറിയാവുന്ന രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ നീ അറിയാതെ നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞതിന് ദൈവം പൊളിച്ചു മാറ്റാൻ മതിയായവനത്രേ. ആ കർത്താവിനെ കരമടിച്ച് നടത്തപ്പെടുന്നത്. ശക്തിയോടെ നീ അറിഞ്ഞതിന് വേണ്ടി പ്രാർത്ഥിച്ചു, അറിയാത്തതിന് മറുപടി നൽകുന്നു. അറിയാത്ത വിഷയത്തിന് മറുപടി നൽകുന്നു. കൈവിടപ്പെട്ടു പോയെന്നോർത്ത് ഭാരപ്പെട്ടുവെങ്കിൽ, നഷ്ടപ്പെട്ടതെന്നോർത്ത് ഭാരപ്പെട്ടുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനെ തിരികെ തരുന്നത് പോലെ, മാനിക്കുന്ന പോലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇതിനകത്ത് ദൈവാത്മാവ് ഇടപെടുക. അവർക്ക് പുറകിൽ നിൽക്കുവാനല്ല, ആ കാലം കഴിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് പദ്ധതികൾക്ക് മുന്നിൽ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുവെന്ന് വചനത്തിലുള്ള ദൂത് പറയുന്നു. ആ ദൈവത്തിന്റെ കലകളെ കേൾപ്പിക്കുക. കരക്കടിക്കാൻ കരക്കടുക്കാതെ ഈ തിരമാലകളുടെ തള്ളിക്കയറ്റത്താൽ ഇളക്കി വന്നിരിക്കുന്ന കാറ്റിന്റെ ശക്തിയാൽ എല്ലാം വഴിയിൽ അസ്തമിക്കുമെന്ന് പറഞ്ഞ്, അസ്തമിപ്പിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിനെ ശാസിച്ചമർച്ച ചെയ്ത് കരം പിടിച്ച് കരകയറ്റുന്ന കർത്താവ് നിന്റെ പടകില് ഈ ദിവസങ്ങൾ എഴുന്നേൽക്കുമെന്ന് ഇതിനകത്ത് ദൂതിരുന്നില്ല. ഈ ദൈവദാസിയോട് ദൈവത്തിന് ആഗ്രഹപ്പെടുന്നു. പലപ്പോഴും തകർത്തി കളയുവാൻ രഹസ്യമായി ദൈവദാസിയെ നിനക്കെതിരെ ശത്രു ഒരുമിച്ച് ആലോചന നടത്തി. എന്നാൽ ആലോചന വലിയവനായ ദൈവം ശത്രുവിന്റെ ആലോചന മറിച്ചു കളഞ്ഞിട്ട് ആരോഗ്യം ആയുഷ്യം നൽകി ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. വെല്ലുവിളിയിൽ അനവധിയായിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒറ്റപ്പെടുത്തുന്ന പോലെ യോസേഫിനെ സഹോദരങ്ങൾ ഒരുമിച്ച് പൊട്ടക്കുടിക്കകത്തേക്ക് എടുത്തിട്ടതുപോലെ അങ്ങനെ തള്ളപ്പെട്ട അനുഭവത്തിന് നടുവില് ആ കുടിക്കകത്ത് നിന്ന് കരകയറ്റം ഇറങ്ങി പ്രവർത്തിച്ച ദൈവാത്മാവിന്റെ കരമെന്ന പോലെ ദൈവദാസിയുടെ ജീവിത
ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ കരം കരകയറ്റുവാൻ വേണ്ടി വെളിപ്പെട്ടത് മറന്നു പോകരുത്. എന്നിട്ടും യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് മൗനമായിരിക്കാതെ ശത്രുക്കൾ കാണുക നിനക്ക് മേശ ഒരുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രിക്കാലം ആഴമായി ദൂതിടുക. മുൻപോട്ട് പോകുക. ചെങ്കടൽ വിഷയമല്ല, വിളിച്ചവനെന്ന് പിളർക്കും. മരുഭൂമി വിഷയമല്ല, മഞ്ഞ ഒരുക്കും. പാറ വിഷയമല്ല, അത് പിളർന്ന് ജനങ്ങളാകെ തരണം. യോർദാൻ ക്രോസ് ചെയ്യും. വിഷയത്തിന് ക്രോസ് ചെയ്യും. ദൈവാത്മാവിടെ ദൈവദാസൻ വിഷയത്തിന് ക്രോസ് ചെയ്യും. വാഗ്ദത്ത മണ്ണിൽ നീ കാൽ ചവിട്ടും. ആ ദൈവത്തിനെ കരമുയർത്തി എല്ലാവരും നല്ലൊരു ഹല്ലേലൂയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങൾ തീപ്പന്തങ്ങളായി മാറട്ടെ. ബഹുമാന്യ ദൈവദാസനോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവദാസൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ. ആത്മാവിൽ അങ്ങയുടെ സഹായം കൂടി ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തീപ്പന്തമായി മാറട്ടെ. ഈ കാലഘട്ടങ്ങളിൽ തലമുറകളെ ശത്രുവായവൻ രഹസ്യവും പരസ്യവും ഒതുക്കാൻ നിൽക്കുമ്പോൾ ആ പദ്ധതിയുടെ പൊളിച്ചു കളയുന്ന ആത്മാവിന്റെ പുതുമഴ പ്രാപിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ ശക്തിയായി പുറത്തു വരട്ടെ. നിരാശപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ യോർദാൻ പിളർക്കാൻ പോകുന്നു. സ്വതന്ത്ര ദേവദാസി, യോർദാൻ പിളർക്കാൻ പോകുന്നു. നിന്നെ ഈ കരയിൽ അവസാനിപ്പിക്കുവാനല്ല, അടുത്ത മേഖലയിൽ കൊണ്ടെത്തിക്കും. സ്വതന്ത്രം വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി തയ്യാറാകട്ടെ. ദേവദാസനെ സ്വതന്ത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തിക്കായി സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അയനിയാസിനെ എഴുന്നേൽപ്പിച്ചവരെ ചിലരെ എഴുന്നേൽപ്പിക്കണം. വാക്കിൽ കൂടെ, ശബ്ദത്തിൽ കൂടെ, നാവിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ പുറപ്പെടുന്നു. വിശ്വസിക്കാൻ തയ്യാറാണ്. ഈ പരിധിക്കാറ്റുന്ന ഒതുക്കുന്നവരുടെ നടുവിൽ ആത്മശക്തിയോടെ, ഉരുക്ക് ശക്തിയോടുകൂടി, ആത്മാവിന്റെ ബലത്തോടുകൂടി പുറത്തു വരുന്ന ആത്മാ പ്രേരിപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. രഹസ്യമായി പരസ്യമായി പലരും ഒതുക്കാൻ നോക്കി. കട്ടയ്ക്ക് പോരാടി യോസഫ് ഫലപ്രദമായ മുദ്രവെള്ളി. അവൻ മതിലിൽ പടർന്നു കയറുന്നവരെ കർത്താവ് പടർത്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വെട്ടിക്കളയുവാൻ പലരും ശ്രമിച്ചുവെങ്കിൽ അതിന്റെ നടുവില് ബലം നൽകി പുതിയ കിളിർപ്പിട്ട് ഞാൻ പുറത്തെടുക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഷകൽ കമലകളെ രക്ഷസിയാലവ. നാളുകൾക്ക് മുമ്പുണ്ടായിരുന്ന ദൈവകൃപയുടെ ശക്തികൾ അധികാരത്തോടെ മടങ്ങി വരികയും ഞാൻ കളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പുതിയ മേഖലയിൽ നടത്തുവാൻ മതിയാകുമെന്ന് ഇന്ന് രാത്രിക്കാലം ഈ എളിയിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുമ്പോൾ ദൈവദാസൻ അങ്ങയുടെ ജീവിതത്തിൽ സമ്മതിക്കണേ. ഇനി ഒതുങ്ങണം. വലിയ ദൈവദാസൻ ഇനി ഒതുങ്ങണ്ട. സ്വത്രം ഒതുങ്ങണ്ട. ദൈവം പുറത്തു കൊണ്ടുവരും. ആത്മീയമായിട്ട് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നു. പക്ഷേ ചില വാഗ്ദത്തങ്ങളുണ്ട്. ഇനിയും ഞാൻ നിന്റെ കാലുകൾ ചില രാജ്യത്തിൽ കൊണ്ട് എത്തിക്കും. ചില രാജ്യത്ത് ഞാൻ നിന്നെ എത്തിക്കും. പരിധികളെ ഞാൻ പുറത്താക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ ദാസങ്ങളുടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അങ്ങയുടെ ദാസന്റെ കണ്ണുനീരങ്ങൾ കണ്ടതിനായി സ്തോത്രം. യെസ് കർത്താവെ, നെടുമ്പാടുകൾ അങ്ങയുടെ ദാസൻ കരഞ്ഞത്, നിന്നോട് ചോദിച്ചതിന് മറുപടിയുടെ കരം ഈ ദിവസം കർത്താവ് എത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. പലരും പല രീതിയിൽ കൂടെ മുതലെടുത്തുവെങ്കിലും പലരും തിരിച്ച് പാമ്പിനെ പോലെ കൊത്തിയത് അനുഭവമുണ്ട്. അതിലൊന്നും പ്രതികരിക്കാതെ മാറി നിന്നുവെങ്കിൽ ഞാൻ നീതിയുടെ കരം നിനക്ക് വേണ്ടി നീട്ടുകയും എന്റെ കരത്തിലൂടെ നന്മകൾ നിന്റെ കാര്യത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ആത്മാവ് ഇടപെടുന്നു. മാത്രമല്ല, രണ്ട് വിധത്തിൽ ഞാൻ വിടുതലയക്കും. സ്തോത്രം. ഒന്ന് വ്യക്തിപരമായ വിഷയത്തിൽ, മറ്റൊന്ന് മറ്റ് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ.
രണ്ട് വിഷയത്തെ കർത്താവ് തൊടും. ഒന്ന് ദേവദാസനെ നിന്റെ വ്യക്തിപരമായ വിഷയം, മറ്റൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥന. ആ വ്യക്തിയുടെ മേൽ വിടുതലയച്ച് ഞാൻ നിന്നെ മാനിക്കുന്ന ദൈവമെന്ന്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നവനെന്നും ഉറപ്പിക്കുവാനാവുകയാണ്. ആ ദൈവ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ചെയ്ത് കർത്താവേ, കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ക്ലാസ് ബൈബിൾസ് നമുക്ക് ബൈബിളെല്ലാം അടയ്ക്കാം. സ്തോത്രം ചെയ്യുന്നു. സമയം നമ്മുടെ മുൻപാകെ കടന്നു പോയിരിക്കുന്നു. കർത്താവിന്റെ മുൻപാകെ നമ്മളെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നൽകിയ വചനത്തിൽ കൂടെ ദൂതുകൾ നമ്മളെ തൊട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്ലീസ് 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 എല്ലാവർക്കും എഴുന്നേൽക്കാം. ഉയരത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. ഈ വചനം എല്ലാം എന്നോടായിരുന്നില്ല, പക്ഷേ ചിലത് എന്നോടായിരുന്നു. ചിലത് എന്നോടായിരുന്നു. പരിശുദ്ധാത്മാവിനെ ശക്തി ഇന്ന് രാത്രികാലം എന്നെ തൊട്ടു. ദൈവത്തിന് വചനം എന്നെ തൊട്ടു. ദാൻ ഗോത്രമേ, നീ പുറകിൽ നിന്ന കാലം കഴിഞ്ഞു. ഇനി നിന്റെ ചാൻസാണ്. കാരണം ദൈവത്തിന് സമാഗമന കൂടാരം പണിയുവാൻ യഹൂദ ഗോത്രത്തിൽ നിന്നും ദാൻ ഗോത്രത്തിൽ നിന്നും ഒഹോലിയാവിനെയും ബെസലേലിനെയും തിരഞ്ഞെടുത്തു. ആര് മുമ്പേ പോയോ? പുറകെ കിടന്ന ദാൻ ഗോത്രത്തിന്റെ തലമുറയെ അവർക്ക് സമമാക്കി. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പുറകിൽ കിടന്ന കാലം കഴിഞ്ഞ് നിന്റെ തലമുറയെ ദൈവം മുമ്പിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ജ്ഞാനമുള്ള തലമുറയാകാൻ പോകുന്നു. നിങ്ങളുടെ തലമുറ, ഈ ദൂത് പറയുമ്പോൾ തലമുറകളുള്ളവർ ദൈവത്തെ സ്തുതിച്ചോളാം. ജ്ഞാനമുള്ള തലമുറയാകാൻ പോകുന്നു. എന്താണ്? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ജ്ഞാനം. മറ്റാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ജ്ഞാനം നിന്റെ തലമുറകൾ വരാൻ പോകുകയാണ്. യെസ് യെസ് സകലവന ഘടകചസിയാനവ. അവർ ദൈവരാജ്യത്തിന് വേണ്ടി തീജ്വാല പോലെ പ്രയോജനപ്പെടുന്ന തലമുറകളാകാൻ പോകുകയാണ്. അവരെ നാവിൽ കൂടെ പുറപ്പെടുന്ന വാക്കുകൾ ദുഷ്ടശക്തികളുടെ പദ്ധതികളെ കീറിമുറിച്ചു കളഞ്ഞ് യെസ് അഭിഷേകമുള്ള തലമുറയായി പുറത്തു വരാൻ പോകുന്നു. അന്ത്യകാലത്തിന്റെ സകല ജനത്തിന് മേലും എന്റെ ആത്മാവിന്റെ ഫലം നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും പ്രവർത്തിക്കൂ. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന രാത്രികാലം. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. കാരണമില്ലാതെ ഉണ്ടാകുന്ന തലവേദന, കാരണമില്ലാതെ സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതല്ലാതെ കാരണമില്ലാതെ തലവേദനയായിട്ട് പോരാട്ടം അനുഭവിക്കുന്ന ഒരു ഹോളിൽ നിൽക്കുന്നു. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്താൽ അവൻ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ അസ്ഥികൾക്ക് അസ്വസ്ഥതകളുണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ വാക്യമുണ്ടെങ്കിൽ പിന്നീട് വായിക്കണം. ഇയ്യോബ് 33:19 പറയുന്നു, അസ്ഥികളിൽ ഇടപെടാതെ പോരാട്ടമുണ്ട്. ഇയ്യോബ് 33:19 പിന്നീട് വായിക്കണം. വീട്ടിൽ പോയി ശ്രദ്ധിച്ചു കൊള്ളുക. ഇടപെടാതെ അസ്ഥികൾക്ക് പോരാട്ടം, വേദനയല്ല, രോഗമല്ല, പോരാട്ടം. ഇന്ന് രാത്രി ആ വിധത്തിലുള്ള അനുഭവങ്ങൾ യേശു നമുക്ക് കഴിയുന്നതിനെ സ്തോത്രം. അസ്ഥികളോട് പോരാടുന്ന പോരാട്ടം യേശുവിന്റെ നാമത്താൽ ജനത്തിൽ നിന്ന് അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു. യെസ്, ത്വക്കിന്റെ മാംസത്തിന്, നാഡി നരമ്പില്, ശരീരത്തിന്റെ ഏത് ഭാഗത്ത് പോരാട്ടമായി രോഗത്തിന്റെ അസ്വസ്ഥതകളിട്ട് ഭാരപ്പെടുത്തുന്ന രോഗാത്മാവ് അഴിഞ്ഞുപോകട്ടെ. യേശുവിന്റെ നാമത്താൽ കർത്താവ് സൗഖ്യം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ശക്തിയോടെ സന്തോഷത്തോടുകൂടി ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിലേക്ക് എന്നെ ക്ഷണിച്ച് ബഹുമാന്യ ദേവദാസന് സഭയിൽ കടന്നു വന്ന് ശുശ്രൂഷ അനുഭവിച്ച ദൈവമക്കൾക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സഹായിക്കുമാറാകും.